മലമ്പുഴ നിയോജകമണ്ഡലം വരണാധികാരി CPM-ന്റെ ആജ്ഞാനുവർത്തിയായി എന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. നിലവിലുള്ള MLA-യും ഇടത് സ്ഥാനാർത്ഥിയുമായ A. പ്രഭാകരൻ സമർപ്പിച്ച സത്യവാങ്മൂലം അപൂർണമാണ് എന്നും വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിച്ചിട്ടില്ല എന്നുമാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലമ്പുഴയിൽ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം LDF സ്ഥാനാർത്ഥിയായ A. പ്രഭാകരന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് അതിൽ ചില സ്വത്ത് വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നുൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ചേരുന്നുണ്ട്. ഈ A. പ്രഭാകരന്റെ നാമനിർദ്ദേശ പത്രിക അതിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചു എന്നുള്ളതാണല്ലോ അല്ലേ? എന്താണ് BJP-യുടെ പരാതി, NDA-യുടെ പരാതി? നാമനിർദ്ദേശ പത്രികയോടൊപ്പം നമ്മൾ സ്വത്ത് വിവരങ്ങളും മറ്റ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള സ്വത്ത് വിവരമെല്ലാം കാണിച്ചുകൊണ്ടുള്ള അഫിഡവിറ്റ് സമർപ്പിക്കാറുണ്ട്. ആ അഫിഡവിറ്റിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവാറുണ്ട്. ശ്രീ A. പ്രഭാകരൻ സമർപ്പിച്ച അഫിഡവിറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുകളെ സംബന്ധിച്ചുള്ള പറഞ്ഞിട്ടുണ്ട്. വീടും മറ്റും ആസ്തികളും സംബന്ധിച്ച് അതെങ്ങനെ ആർജിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാ കോളങ്ങളും അതിലൊരിക്കലും ബ്ലാങ്കായി വിടാൻ പാടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്നലെ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. ഇന്നലെ നാമനിർദ്ദേശ പത്രിക സ്ക്രൂട്ടിനിക്ക് ശേഷം അത് മാറ്റിവെച്ചു. അത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയ്ക്കായിട്ട്. പക്ഷേ ഇന്ന് റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത് എനിക്കത് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചു. റിട്ടേണിംഗ് ഓഫീസറുടെ ബോധ്യപ്പെടലല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അഫിഡവിറ്റിൻ്റെ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കണം. എല്ലാ കോളങ്ങളിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം എന്നുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത അഫിഡവിറ്റ് അതിൻ്റെ ഒപ്പമുള്ള നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ലംഘിച്ചിരിക്കുകയാണ്. റിട്ടേണിംഗ് ഓഫീസർ CPM-ന്റെ ആജ്ഞാനുവർത്തിയായി മാറിയിരിക്കുകയാണ്. ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് 24 മണിക്കൂർ കൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവെച്ച നാമനിർദ്ദേശ പത്രികയെ CPM ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിപ്പിച്ചിരിക്കുകയാണ്. റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്, നിയമവിരുദ്ധമാണ്. ഞങ്ങൾ ഇതുമായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ സമീപിക്കും. ഈ കാര്യത്തിൽ നിയമ നടപടിയായിട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. A. പ്രഭാകരനും CPM പറയണത് ഈ പരാതി തന്നെ തെറ്റായ കാര്യങ്ങളാണ്, പരാതി പറയുന്ന കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളാണെന്ന തരത്തിലാണ് അവർ പറയുന്നത്. അല്ല, പരാതി കഴമ്പുള്ള പരാതി ആയതുകൊണ്ടാണല്ലോ ഇന്നലെ ആദ്യത്തെ പരിശോധനയിൽ അത് മാറ്റിവെച്ചത്. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച സമയത്ത് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ 24 മണിക്കൂറും സമയമെടുത്തുവെങ്കിൽ അതിൽ വ്യക്തമായിട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് ബോധ്യമുണ്ടായിരുന്നു അത് തെറ്റായിട്ടുള്ള നടപടിയാണ്, തെറ്റായിട്ടുള്ള അഫിഡവിറ്റാണ്. ബ്ലാങ്കായിട്ട് വിടാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശം സമർപ്പിക്കണ നിയമത്തിൽ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച നിയമത്തിൽ പറയുന്നുണ്ട്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുക എങ്ങനെയാണ്? ഇലക്ഷൻ കമ്മീഷന്, ചീഫ് ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള ഇപ്പോൾ സാധ്യമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ കോടതിയെ വേണ്ടി വന്നാൽ സമീപിക്കും. പൊതുവിലെ CPM-ന് ഈ ഒരു മണ്ഡലത്തിൽ വലിയ രീതിയിലൊരു പരാജയ ഭീതിയുണ്ടോ? എന്താണ് തോന്നുന്നത്? CPM-ന്റെ 100% CPM പരാജയ ഭീതിയിലാണ്. കാരണം അവർക്ക് ജനങ്ങളെ സമീപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ള MLA-ക്ക്. അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മണ്ഡലം ഇന്നും പഴയ പോലെ വികസന മുരടിപ്പിൻ്റെ പാതയിലാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട്. പാർട്ടിക്കാർ പോലും അദ്ദേഹത്തിൻ്റെ MLA എന്നുള്ള നിലയിലുള്ള പെർഫോമൻസിൽ വളരെ നിരാശരാണ്. ഏതായാലും നിയമപരമായിട്ട് തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിലുള്ള അപാകതകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് C. കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.